ഹരേ കൃഷ്ണ പ്രഭു, കേൾക്കുന്നില്ല, മ്യൂട്ടാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ. ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാംവിധം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശിവശാഖാംവിധം हे कृष्णा करुणा सिंधु दीनबंधो जगतपते गोपेश गोपिका कांद राधा कांद नमोस्तुते ताप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवे प्रणमामि हरिप्रिये वाञ्छा कल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तम श्लोके भक्ति नैतिके मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं योऽन्तः प्रविश्य मम वाचमिमां प्रसूक्तां सञ्जीवयति अखिलशक्तिधरस्वधाम्नाम् अन्यां च हस्तचरणश्रवणत्वगादीन् प्राणां नमो भगवते पुरुषाय तुभ्यं। जयदं सुरदो पंगोर्मम मंदमतिर्गति मत्सर्वस्य पादाम्बुजो राधा मदन मोहनो नमादिदेवं करुणानिधानं तमालवर्णं सुहृदावतारम् अपार संसार समुद्र सेतुं भजामहे भागवत स्वरूपं परमानंद पाठाय प्रेमवर्षि अक्षराय दे सर्वदा सर्वसेव्याय श्रीकृष्णाय नमोस्तुमे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ, ഹരി ഓം തത്സത്. എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മള് ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം 9-ാമത്തെ അധ്യായം 10-ാമത്തെ അധ്യായം 17-ാമത്തെ ശ്ലോകം മുതൽക്കാണ് വായിക്കുന്നത്. सीतातपत्रं जग्राह मुक्तादामा विभूषितं रत्नदण्डं गुडाकेश प्रियतमस्यः। सीतातपत्र जग्राह मुक्तादामा विभूषितं रत्नदण्डं गुडाकेश प्रियतमस्यः। हरि बोल। रिसाइट ചെയ്യൂ. हरे कृष्ण प्रभु, हरे कृष्ण। ओम नमो भगवते वासुदेवाय। सीतातपत्रं जग्राह मुक्तादाम विभूषितं रत्नदण्डं गुडाकेश प्रियतमस्यः। विवर्तनं भावार्थं by His Divine Grace Abhay Charanarvinda Bhaktivedanta Swami Srila Prabhupada की जय. ആ സമയം മഹായോദ്ധാവും നിദ്രയെ കീഴ്പ്പെടുത്തിയവനും ഏവരുടെയും പ്രിയതമനായ പരമപുരുഷ ഭഗവാന്റെ ഉറ്റമിത്രവുമായ അർജുനൻ രത്ന കൈപ്പിടിയോടു കൂടിയതും കസവും മുത്തുക്കളും കൊണ്ടുള്ള ചിത്രവേലയോടു കൂടിയതുമായ കുട കയ്യിലേന്തി. ഹരേ കൃഷ്ണ. At that time, Arjuna, the great warrior and conqueror of sleep, who is the intimate friend of the most beloved Supreme Lord, took up an umbrella which had a handle of jewels and was embroidered with lace and pearls. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ ഹസ്തിനപുരത്ത് ദ്വാരകയിലേക്ക് പോകാനുള്ള പുറപ്പാടിലാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം
8ാമത്തെ അധ്യായം മുതൽക്ക് ഭഗവാൻ ദ്വാരകയിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. ആദ്യം ഇതെല്ലാം ജയിച്ചു, ഭഗവാന്റെ ദൗത്യം എല്ലാം കഴിഞ്ഞു, ഇനി ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പുറപ്പെട്ടപ്പോ എന്ത് സംഭവിച്ചു? എന്താണ്? അല്ല അല്ല, അതിനു മുമ്പ് എന്താ സംഭവിച്ചത്? യുധിഷ്ഠിരന്റെ അല്ല ഹസ്തനപുരത്തിലെ സ്ത്രീകള് അല്ല അല്ല, ആരാ നിർത്തിയത് ആദ്യം 8ാമത്തെ അധ്യായത്തില്? ഉത്തര അല്ലേ? ഉത്തര കരഞ്ഞു വന്ന് പറഞ്ഞു, എന്റെ നേർക്ക് ബ്രഹ്മാസ്ത്രം അയച്ചിട്ടുണ്ടാരോ, എന്നെ രക്ഷിക്കൂ, പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പതേ അല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു വന്നു ഭഗവാന്റെ അടുത്ത്. ഭഗവാൻ പരീക്ഷത്തിനെ സംരക്ഷിച്ചു. അതോടുകൂടി ആരെ? കുന്തി സ്തുതി. കുന്തിദേവിയും പറഞ്ഞു, നിൽക്കണം, ഉടനെ പോകരുത്, ഇനി എന്തിനാ ഞാൻ നിൽക്കണം, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ആപത്ത് വരട്ടെ, എന്നാലെങ്കിലും ഭഗവാൻ ഇവിടെ കൂടെ ഉണ്ടായിരിക്കുമല്ലോ, സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വന്നത്. ഓക്കെ, അപ്പൊ വീണ്ടും വീണ്ടും ആപത്ത് വരട്ടെ എന്ന് കുന്തി മഹാറാണി പ്രാർത്ഥിച്ചു. കൃഷ്ണന്റെ ആ സാന്നിധ്യമാണ് ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷം തരുന്നത്. എത്ര കലാമിറ്റീസ് വന്നാലും കുഴപ്പമില്ല, ഭഗവാന്റെ സാന്നിധ്യം ആണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നുള്ള ആ പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞിട്ട് പുറപ്പെടാൻ വീണ്ടും യുധിഷ്ഠിരന്റെ അനുവാദത്തിന് വേണ്ടി പോയി. യുധിഷ്ഠിരൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്തു, ഇപ്പൊ പോരുത്, പ്ലീസ് കുറച്ച് ദിവസം കൂടി നിൽക്കൂ. അതിനുശേഷം വീണ്ടും നിന്നു. ഭീഷ്മ പിതാമഹന്റെ അടുത്തേക്ക് പഞ്ചപാണ്ഡവന്മാരെ കൊണ്ടുപോയി യുധിഷ്ഠിര മഹാരാജാവിന് വേണ്ടുന്ന എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസും ജ്ഞാനവും എല്ലാം പകർന്നു കൊടുത്തു. യുധിഷ്ഠിര മഹാരാജാവിനെ സിംഹാസനത്തിൽ ഇരുത്തി വീണ്ടും പോകാനുള്ള പുറപ്പാണ്. അപ്പോ അതുവരെ ഈ ഭീഷ്മ പിതാമഹന് നിർദ്ദേശങ്ങളും അതിൻ്റെ ആ വിദ്യ കിട്ടുന്നവരെ യുധിഷ്ഠിര മഹാരാജാവ് ആക്ച്വലി സിംഹാസനത്തിൽ ഇരുന്നുണ്ടായിരുന്നില്ല. അപ്പോഴും ആരായിരുന്നിരുന്ന്? ധൃതരാഷ്ട്ര അവിടുന്ന് എഴുന്നേൽപ്പിച്ചതാണ് വിതുരൻ. വിതുരൻ പറഞ്ഞു, നാണമില്ലേ, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും വീണ്ടും ആ കസാര കൂടിയിട്ടുള്ള ഇത് തീർന്നിട്ടില്ലേ? പിന്നീട് ഈ ഭീഷ്മരുടെ എപ്പിസോഡെല്ലാം കഴിഞ്ഞ ശേഷമാണ് യുധിഷ്ഠിര മഹാരാജാവ് സിംഹാസനത്തിലിരിക്കുന്നത്. അങ്ങനെ വീണ്ടും അദ്ദേഹത്തിന് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഹസ്തിനപുരത്തിലെ എല്ലാ സ്ത്രീകളും ടെറസിൽ പോയിട്ട് ഭഗവാനെ നോക്കുകയാണ്. ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുന്നു വളരെ ലജ്ജയോട് കൂടിയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, ഈ എപ്പിസോഡിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ വേദിക് കൾച്ചർ. അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു വേദിക് കൾച്ചർ? ആ സംസ്കാരം വളരെ വാല്യുബിൾ ആയിട്ടുള്ള ആ സംസ്കാരം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഭഗവാൻ ആണെങ്കിലും കൂടിയിട്ട് ഭഗവാൻ യുധിഷ്ഠിരന് അനുവാദം മേടിക്കുന്നു, അവിടെ നമിക്കുന്നു. ആ ഒരു കൾച്ചർ, അതേപോലെ അത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തി പോകുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിനെ പറഞ്ഞയക്കുന്നത്, അതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ആ കൾച്ചർ നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ കാലത്ത് ആ കൾച്ചറൊന്നും കാണുന്നില്ല. അപ്പൊ ഇതൊന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കിട്ടും. അപ്പൊ ആ സമയത്ത് ദ ഗ്രേറ്റ് വാരിയർ ആൻഡ് കോൺകറർ ഓഫ് സ്ലീപ്പ്, ഇവിടെ അർജുനെ ഗുഡാഖേശ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗുഡാഖേശ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിനെ, നിദ്രയെ ജയിച്ചവൻ. ആർക്കാണ് നിദ്രയെ ജയിക്കാൻ പറ്റുക? ആർക്കൊക്കെ നിദ്രയെ ജയിക്കാൻ പറ്റും? ലക്ഷ്മൺ അങ്ങനല്ല പറഞ്ഞ, ഏത് വ്യക്തിയുടെ കാര്യമല്ല, എന്ത് ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്, എന്തുണ്ടെങ്കിലാണ് നമുക്ക് നിദ്രയെ ജയിക്കാൻ പറ്റുക? ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളെ വശത്തിൽ കൊണ്ടുവന്നാൽ എന്താ പറഞ്ഞ? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവൻ. അതിപ്പോ സാധാരണ ആൾക്കാർക്കും ചില സമയത്ത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. അത് മാത്രമാണോ? അല്ല, ഇത് ഗീതയിൽ പറഞ്ഞ പോലെ അതെ, അതില് ഒന്നിട്ടുണ്ടല്ലോ, യാനിഷ സർവഭൂതാന. ഓക്കെ, അതെ, ആ ശ്ലോകം. അതെ അതെ. അപ്പൊ ഇതായിട്ടുള്ളവര് മറ്റേ ലോകത്തുള്ള മറ്റേ ജീവജാലങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത് കൃഷ്ണാബോധമുള്ള ഒരു മനുഷ്യന്
ഉറക്കം രാത്രി ദിവസമാവാനും ദിവസം രാത്രിയാക്കാനുമുള്ള അത്രത്തോളം ഒരു കഴിവുണ്ടായിരിക്കും. അപ്പൊ ചുരുക്കത്തില് സ്പിരിച്വലി അഡ്വാൻസ്ഡ് പേഴ്സണാലിറ്റീസ്, ഡിവോട്ടീസ്, ആരാണോ ആത്മീയ തലത്തില് ഉയർന്ന നിലയിൽ നിൽക്കുന്നത് അവർക്ക് നിദ്രയെ കൺട്രോൾ ചെയ്യാൻ പറ്റും, നിദ്രയെ ജയിക്കാൻ പറ്റും. അവർക്ക് ഉറക്കം ആവശ്യമില്ല. നിദ്ര ആക്ച്വലി ആവശ്യം ആർക്കാണ്? നിദ്ര തമോ ഗുണം തമോ ശരീരത്തിന്റെ ആവശ്യമാണ്, അല്ലേ? നമ്മൾ നോക്കും, നമ്മളുടെ പരമ്പരയിലുള്ള ആചാര്യന്മാരെല്ലാം ഭക്തി വിനോദ് ഠാക്കൂർ 2 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഭക്തി സിദ്ധാന്ത് സരസ്വതി ഠാക്കൂർ 2 മണിക്കൂർ, പ്രഭുപാദ 2 മണിക്കൂർ, അങ്ങനെ എത്രയോ ആചാര്യന്മാര് വളരെ ചുരുക്കം സമയം ഉറക്കത്തിന് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവരെല്ലാം നിദ്രയെ ജയിച്ച ആൾക്കാരാണ്. അവരെല്ലാം ആത്മീയ തലത്തിൽ ആ ഉന്നത തലത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ സ്പിരിച്വലി അഡ്വാൻസ് ആയിട്ട് ആൾക്കാർക്ക് നിദ്രയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നിദ്ര ആവശ്യം ശരീരത്തിനാണ്. ആത്മാവിന് നിദ്രയുടെ ആവശ്യമുണ്ടോ? ഇല്ല. ആത്മാവിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും ഉണർന്നിരിക്കുന്നതാണ്. എപ്പോഴും ഉണർന്നിരിക്കും. സച്ചിദാനന്ദമാണ്, അവിടെ ആനന്ദമാണ്, എപ്പോഴും ആനന്ദിക്കുന്നതാണ് ആത്മാവ്. ആത്മാവ് ശരീരമായിട്ട് തെറ്റിദ്ധരിക്കുമ്പോൾ അപ്പോഴാണ് ഈ ഇന്ദ്രിയങ്ങളുടെ ആ ഇൻഫ്ലുവൻസിൽപ്പെട്ട് ശരീരത്തിന്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് പല പല കാര്യങ്ങൾ ഏർപ്പെടുന്നത്. അത് ബോഡ്ലി കൺസെപ്ഷനിൽ മാത്രമാണ്. അപ്പൊ ശരീരത്തിന്റെ ആവശ്യമാണ് നിദ്ര, ശരീരത്തിന്റെ ആവശ്യമാണ് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ. ആത്മാവിന് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ആവശ്യമില്ല. അപ്പൊ ആത്മാവ് തലം വേറെയാണ്. ആത്മാവിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആനന്ദം. അപ്പൊ ആ ആനന്ദം കിട്ടണമെങ്കിൽ ആത്മാവ് എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം എപ്പോഴും. ഉണർന്നിരുന്നാൽ മാത്രം മതിയോ? ഭഗവാനെ ഭക്തിയുത സേവനം ചെയ്യണം. ആത്മാവ് എന്താണ്? മമൈ വാംശോ ജീവലോകെ ജീവഭൂതാ സനാതന, അല്ലെ? ഭഗവാന്റെ അംശമാണ്. അപ്പോ ഭഗവാൻ ആനന്ദത്തിലാണ് എപ്പോഴും. അപ്പൊ ആത്മാവും ആനന്ദത്തിൽ നിൽക്കണമെങ്കിൽ ആ ഭഗവാനെ സേവിക്കണം, ഭക്തിയുത സേവനം ചെയ്യണം, ഭഗവാനായിട്ട് സമ്പർക്കത്തിൽ എപ്പോഴും വരണം. ഇവിടെ ആത്മാവ് കണ്ടീഷൻ ലൈഫില്, ബദ്ധാവസ്ഥയില് ശരീരമായിട്ട് വിചാരിക്കുന്നു. അപ്പൊ ശരീരത്തിനെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെ ആസ്വദിപ്പിക്കാൻ വേണ്ടിയിട്ട് പല ശാരീരിക അവബോധത്തിലെ പല ഭൗതിക തലത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. അതാണ് ആത്മാവ് ഒരു വഞ്ചിക്കപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ്. പുരഞ്ജന ഉപാഖ്യാനത്തില് പറയുന്നുണ്ട്, നവദ്വാരെ പുരേ ദേഹി, നവദ്വാരെ പുരേ ദേഹി. അപ്പൊ ഈ ആത്മാവ് 9 ഗേറ്റ്സുള്ള 9 ദ്വാരങ്ങളുള്ള ഒരു സിറ്റിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പോ ഈ 9 ഗേറ്റ്സിലൂടെയും ഈ ആത്മാവ് താൻ ശരീരമാണെന്ന് വിചാരിച്ചിട്ട് അതിനെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അകപ്പെട്ടു, അല്ലെ? നാരദ മഹർഷി പ്രാചീന മഹർഷ്യത്തിന് പറഞ്ഞു കൊടുക്കുന്ന ആ അലോഗറിയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ആത്മാവ് തൻ്റെ ഒരു പരിചയമില്ലാത്ത സുഹൃത്തായിട്ട് ഇവിടെ വന്നിട്ട് എങ്ങനെ ഇവിടെ ബന്ധിക്കപ്പെട്ടു. പുരഞ്ജനയെ കാണുന്നു. ആ പുരഞ്ജനി ആരാണ്? പുരഞ്ജന ആരാണ്? സോൾ, ആത്മാവ്. പുരഞ്ജനി ആരാണ്? പുരഞ്ജനി ദേഹമല്ല. പരമാത്മാവ് അല്ലല്ല, അത് അജ്ഞാതൻ. പുരഞ്ജനയെ കാണുന്നു. പുരഞ്ജനി ബുദ്ധി. ആ ബുദ്ധിക്ക്, ആ പുരഞ്ജനിക്ക് കുറെ സെർവൻസ് ആൻഡ് സോൾജേഴ്സ് ഉണ്ട്, 11 സെൻസസ് ഇൻക്ലൂഡിങ് ദ മൈൻഡ്. അങ്ങനെ ആ സ്റ്റോറി പോകുന്നു. അപ്പോ ഈ ആത്മാവ് ഭഗവാനോട്
അടുത്തിട്ടില്ലെങ്കിൽ, ഭഗവാനെ സേവിച്ചിട്ടില്ലെങ്കിൽ ആത്മാവ് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണമല്ലോ, വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് താൻ ശരീരമാണെന്ന് ഉള്ള ആ ഒരു വിചാരത്തില് ശരീരത്തിലുള്ള എല്ലാ ഇന്ദ്രിയങ്ങളെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അപ്പൊ അങ്ങനെ ഈ ജയം, അതായത് ഈ ഉറക്കത്തിന്, നിദ്രയെ ജയിക്കുന്നവനാണ് ആര്? ഗൂഢാകേശൻ. അർജുനനും അതേപോലെ ഒരു നല്ല ഭക്തനാണ്, ഈ നിദ്രയെ ജയിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് അർജുനൻ അതാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്, അർജുനൻ. അപ്പൊ ആ അർജുനൻ ഭഗവാന് എന്ത് സേവനം ഇവിടെ ചെയ്യുന്നത്? കുട പിടിച്ചു കൊടുക്കുന്നു അല്ലെ? ഭഗവാനും ക്ഷത്രിയനാണ്, അർജുനനും ക്ഷത്രിയനാണ്, രണ്ടുപേരും ക്ഷത്രിയനാണ്. ഭഗവാന്റെ കാര്യം മാറ്റിവെച്ചാൽ രണ്ടുപേരും ക്ഷത്രിയന്മാരാണ്. പക്ഷെ എങ്കിലും അവിടെ അവർ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം എനിക്ക് അത്രയും ഇഷ്ടമാണ് ഭഗവാന്. അപ്പോൾ ആ ഭഗവാന് സേവനം എങ്ങനത്തെ അമ്പലയാണ്? സാധാരണ അമ്പലല്ല. അപ്പൊ ഇതെല്ലാം എന്താണ്? രാജകീയമായിട്ടുള്ള ആ ഒരു സേവനമാണ്, ഒരു പരിചര്യയാണ് അല്ലെ? പ്രധാനപ്പെട്ട ഒരാൾക്കാർ വരുമ്പോൾ നമ്മൾ റെഡ് കാർപ്പറ്റ് വെൽക്കം കൊടുക്കും. സാധാരണ ആൾക്കാർ കൊടുക്കും ഇല്ല? ഇപ്പൊ ഭൗതിക തലത്തിന്റെ വലിയ മിനിസ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ അവർക്ക് റെഡ് കാർപ്പറ്റ് വെൽക്കം കൊടുക്കും അല്ലെ? അപ്പൊ അവർ വരുന്ന കൂടെ ഒരുപാട് എൻകറേജ് ഉണ്ടായിരിക്കും, കുറെ മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, സെക്രട്ടറീസ് ഉണ്ടായിരിക്കും, കുറെ കാറുകളും മോട്ടോർ സൈക്കിളൊക്കെ അവരെ അനുഗമിക്കും. ട്രാഫിക് സിഗ്നലെല്ലാം നിർത്തും, ആൾക്കാരെല്ലാം മാറ്റി നിർത്തും അല്ലെ? അത് സാധാരണ വ്യക്തിക്ക്, ഇവിടുത്തെ ഈ ഭൗതിക ലോകത്തിലെ ഒരു മോർട്ടൽ ബീയിങ്ങിന് ഇത്രയും പ്രാധാന്യം കൊടുക്കാന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചനാഥനായിട്ടുള്ള ഭഗവാനെ എത്ര പ്രാധാന്യം നമ്മൾ കൊടുക്കണം. അപ്പൊ ദ ബെസ്റ്റ് ഓഫ് തിങ്സ്, ദ ബെസ്റ്റ് ഓഫ് ഫെസിലിറ്റീസ് ഭക്തന്മാര് ഭഗവാന് കൊടുക്കണം. കാരണം നമുക്ക് എല്ലാം തന്നിരിക്കുന്ന ആ ഭഗവാനെ അത്രയും വലിയ ഒരു സാധാരണ രാജാവല്ല, എല്ലാ രാജാക്കന്മാരുടെയും രാജാവാണ്. ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ്, ഈ പ്രപഞ്ചത്തിന്റെ കൺട്രോളറാണ്, പ്രൊപ്പറേറ്ററാണ്. അദ്ദേഹത്തിന് അത്രയും നമ്മൾ ആ പ്രാധാന്യം കൊടുക്കണം, അത്രയും നമ്മൾ ആ ഒരു അഫെക്ഷനും അതേപോലെ പ്രേമവും ഉണ്ടായിരിക്കണം. അപ്പോ ഈ ആത്മാവിന്റെ ശരിക്കുള്ളത് പ്രേമമാണ് അല്ലെ? അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷെ അത് നമ്മളുടെ ഭൗതിക ലോകത്തിൽ വരുമ്പോൾ അതെന്തായി? അത് കാമമായിട്ട് മാറുന്നു. ഭഗവാനെ മറന്ന് ഭഗവാനെ സ്നേഹിക്കുന്നു, പ്രേമിക്കുന്നതിന് പകരം നമ്മുടെ ഇന്ദ്രിയങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്നു അല്ലെ? ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ രാപ്പകല് ജോലി ചെയ്ത് അത് ആസ്വദിക്കാൻ ശ്രമിക്കുന്നു. ഭഗവാനെ പൂർണ്ണമായിട്ടും നമ്മൾ മറക്കുന്നു. ഇവിടെ ഭക്തന്മാർ അതല്ല. ഭക്തന്മാർ ജീവിക്കുന്ന തന്നെ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. ഭഗവാനെ പ്രീതിപ്പെടുത്തുക, ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് ഗോൾ. അപ്പൊ ഇവിടെ അർജുനൻ ആ ഭഗവാനെയാണ് സേവനം ചെയ്യുന്നത്. അങ്ങനെ ഭഗവാന് കൊട പിടിച്ചു കൊടുക്കുകയാണ് അല്ലെ? കൊട പിടിച്ചു കൊടുക്കുക നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ശിവേലിക്ക് നമ്മുടെ ഉത്സവമൂർത്തിയെ കൊണ്ടുവരുന്നുണ്ട് ആനപ്പുറത്തൊക്കെ അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്തു കൊടുക്കുന്നത്? കൊട പിടിക്കുന്നു, ചാമര വീശുന്നു അല്ലെ? ഇതെല്ലാം രാജകീയമായിട്ടുള്ള ആ ഒരു റിച്വൽസിന്റെ അല്ലെങ്കിൽ അത്രയും പ്രാധാന്യമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ ഓരോ കസ്റ്റംസ് ആണ്, ഓരോ സംസ്കാരങ്ങളാണ്. അപ്പൊ അതിന്റെ കൂടെ ഒരുപാട് ഭക്തന്മാര് ഹരിനാമം ചൊല്ലിയിട്ട് കൂടെ ശിവയിലേക്ക് പോകുന്നുണ്ടാവും. നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ അമ്പലങ്ങളിലോ കണ്ടിട്ടുണ്ടായിരിക്കും ഭഗവാന്റെ മീതെ കുട ഉണ്ടായിരിക്കും അല്ലേ? നമ്മള് ഈവൻ ഗുരുവായൂർ അമ്പലത്തില് അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട അമ്പലങ്ങളിലും നമ്മൾ ഈ പ്രൊസഷൻ കാണുന്ന സമയത്ത് ഹരിനാമ കീർത്തൻ ചൊല്ലി ഭക്തന്മാര് പഞ്ചവാദ്യം മേളങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭഗവാനെ സ്തുതി പാടിയിട്ടാണ് നമ്മൾ കൊണ്ടുപോവുക. അപ്പൊ ഇതെല്ലാം ഭഗവാനെ അങ്ങനെ നമ്മൾ കാണണം. അപ്പോൾ നമ്മുടെ ഐശ്വര്യഭാവത്തിലാണ്. ഈവൻ നമ്മുടെ വീട്ടില് രാധാകൃഷ്ണ ഡേറ്റീസ് ഉണ്ടെങ്കിലും അവരെ നമ്മൾ പരിചരിക്കേണ്ടത് എങ്ങനെയാണ്? ലക്ഷ്മി നാരായണനായിട്ടുണ്ട്. അത്രയും ഐശ്വര്യത്തോടുകൂടി നമ്മൾ അവരെ പരിചരിക്കണം. ആരതിക്ക്, അതുകൊണ്ടാണ് ആരതിക്ക് നമ്മൾ ധൂപം, വിളക്ക്, അർഘ്യ,
ഇങ്ങനെ അതേപോലെ ചാമര, പീകോക്ക്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഇതെല്ലാം ഐശ്വര്യത്തിന്റെ പ്രതീകങ്ങളായിട്ടാണ്. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പൊ അങ്ങനെ സാധാരണ നമ്മൾ പറഞ്ഞു വിടാൻ പറ്റില്ല. എല്ലാവരും വളരെ വളരെ അവർക്ക് വളരെ വിഷമമുണ്ട്. പക്ഷെ ആ വിഷമം ഒതുക്കി പിടിക്കുകയാണ്. പോകുന്ന സമയത്ത് ഒരാള് നമ്മുടെ വീട് വിട്ടു പോകുന്ന സമയത്ത് കരയുക എന്നൊക്കെ ചെയ്യുന്നത് ഒരു അമംഗളമായിട്ടുള്ള കാര്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അതെല്ലാം അടക്കി പിടിച്ചിട്ട് ആണ് അവർ അവിടെ നിൽക്കുന്നത്. ഇവിടെ at that time Arjuna, the great warrior and conqueror of sleep, who is the intimate friend of the most beloved supreme. The most beloved, നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഇത്രയും പ്രിയപ്പെട്ട ഒരാളുണ്ടാവില്ല. അതുകൊണ്ടാണ് വൃന്ദാവനിലെ ഗോപികമാരും ഗോപന്മാരും എല്ലാവരും, എല്ലാ വ്രജവാസികളും അവർക്ക് ഏറ്റവും ഇഷ്ടം ഭഗവാനോടാണ്. തൻ്റെ സ്വന്തം മക്കളോടല്ല. സ്വന്തം മക്കളോട് ഉള്ള ഇഷ്ടത്തിനേക്കാളും എത്രയോ ഉപരിയാണ് ഭഗവാനോട്. അപ്പോൾ തൻ്റെ മക്കളും ഭഗവാനും, അതായത് കൃഷ്ണനും എല്ലാം ഗോചാരണം എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാ ഗോപികമാരും ആരെയാണ് ആദ്യം നോക്കുന്നത്? തൻ്റെ മക്കളെല്ലാം നോക്കുന്നത്, കൃഷ്ണനെയാണ് നോക്കുന്നത്. അപ്പൊ അത്രയും അറ്റാച്ച്മെന്റ് ആണ് കൃഷ്ണനോട്. ഭഗവാനെ അറിയില്ല, പക്ഷെ എങ്കിലും ഓട്ടോമാറ്റിക്കലി അറ്റാച്ച്മെന്റ്. ബ്രഹ്മ വിമോഹൻ ലീല സമയത്ത് എല്ലാ ഗോപന്മാരെയും പശുക്കിടാങ്ങളെയും എല്ലാം ബ്രഹ്മാവ് ഒളിപ്പിച്ചു വെച്ചപ്പോൾ ഭഗവാൻ സ്വയം വിസ്തരിച്ചു ഗോപന്മാരായിട്ടും പശുക്കളും. അപ്പൊ അവർക്കുണ്ടായിട്ടുള്ള ആ ഒരു ആനന്ദം, അപ്പൊ ഒരു അറ്റാച്ച്മെന്റ്, അതേ സമയം വരെ തൻ്റെ മക്കളോട് അത്രയും അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ സമയത്ത് അവർക്ക് തൻ്റെ മക്കളോട് അറ്റാച്ച്മെന്റ് ഉണ്ടായത്, ആ ഒരു സ്നേഹം കൂടിയത്? കാരണം അത് സ്വന്തം മക്കളല്ല, സ്വന്തം മക്കളെ ബ്രഹ്മാവ് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അത് ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ വിസ്തരിച്ചിട്ട് ഇവരെല്ലാം വീട്ടില് തൻ്റെ മക്കളായിട്ടും പശുക്കിടങ്ങളായിട്ടും അവിടെ ജീവിക്കുകയാണ് 1 വർഷം. സോ ഇവിടെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അർജുനൻ ഭഗവാന് കൊട പിടിച്ചു കൊടുക്കുകയാണ്. ആ കൊട എങ്ങനെയാണ്? സാധാരണ കൊടയല്ല, എല്ലാം ജ്വൽസ്, രത്നങ്ങൾ കൊണ്ടുള്ള ഹാൻഡിൽസും അതേപോലെ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള മുത്തുകളുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണതിൽ. ഇത്രയും വില. അപ്പൊ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്നത് ഭഗവാന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. അത്രയും ആ ഭഗവാന്റെ ഒരു പ്രാധാന്യം, ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ സാധാരണ വ്യക്തിയല്ല, ഭൗതിക തലത്തിലുള്ള ഒരു വ്യക്തിയല്ല ഇവിടെ പോകുന്നത്. So gold, jewels, pearls and valuable stones were used in the luxurious royal ceremonies. They're all nature's gifts and are produced by the hills, oceans, etc. ഇതെല്ലാം നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. By the order of the Lord, when man does not waste his valuable time producing unwanted things in the name of necessities. നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പ്രകൃതി നമുക്ക് തരുന്നുണ്ട്. പ്രകൃതി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തന്നെ ബഹിരാംഗ ശക്തി. നമുക്ക് ഇവിടെ ജീവിക്കാനുള്ള എല്ലാ സാധനങ്ങളും. അപ്പൊ നമ്മൾക്ക് അതിനു വേണ്ടി സമയം കളയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇൻ ദ നെയിം ഓഫ് മോഡേണൈസേഷൻ നമ്മൾ അനാവശ്യമായിട്ടുള്ള ലക്ഷറീസ് ആണ് ഉണ്ടാക്കി കൂട്ടിക്കുന്നത്. അപ്പൊ അതില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം വന്നിട്ടുണ്ട് ഇവിടെ. നമുക്ക് ലൈറ്റ്, അതായത് വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, വാക്യൂം ക്ലീനർ, ഒരുപാട് ഹൗസ് ഹോൾഡ് അപ്ലയൻസസ്, ഇതില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. ഇതൊന്നും ആവശ്യമില്ല. ആക്ച്വലി ഇത് നമ്മളെ മടിയന്മാരാക്കുകയാണ്. നമ്മളുടെ ഹെൽത്ത് ഇൻഡയറക്ട്ലി അഡ്വൈസിനെ എഫക്ട് ചെയ്യുന്ന ബിക്കോസ് ഓഫ് ദ സോ കോൾഡ് ലക്ഷറീസ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഈ നന്നായിട്ട് ജീവിക്കാൻ, അതായത് കൃഷ്ണാവബോധത്തിൽ ജീവിക്കാൻ, അധികം സമയം കളയാതെ നല്ല രീതിയിൽ ജീവിക്കാൻ, ഭഗവാനെ സേവനം ചെയ്ത് ജീവിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാൻ പ്രകൃതിയിൽ നമുക്ക് തരുന്നുണ്ട്. By so-called development of industrial enterprises, they are now using pots of gutta percha instead of metals like gold, silver, brass and copper. അപ്പോൾ അന്നത്തെ കാലത്ത് യൂട്ടൻസിൽസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഗോൾഡ്, സിൽവർ, ബ്രാസ്, കോപ്പർ. ഇന്നെന്താണ്? പ്ലാസ്റ്റിക്, റബ്ബർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അതെല്ലാം നമ്മളുടെ ദേഹത്തിന് ഹാനികരമാണ്, നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ഓക്കെ, നമ്മൾ പേപ്പർ പ്ലേറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത് എന്തെല്ലാം കെമിക്കൽസ് ഉണ്ടാക്കുന്നത്, പേപ്പർ ഗ്ലാസസ് അല്ലെ, ഇതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി കൂടിയാണ് ഇപ്പോൾ. കാരണം
എന്താണ് ഇപ്പോൾ എല്ലാം കൺവീനിയൻസ് ആണ്, കൺവീനിയൻസ് ബേസ്ഡ് ആണ്. അപ്പോൾ ഗോൾഡ്, സിൽവർ, ബ്രാസ്, കോപ്പർ ഇതെല്ലാം ആരാണോ കയ്യൊക്കെയുള്ള അവര് ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നില്ല. അതെല്ലാം മുതലാളിക്ക് ആക്കിയിട്ടുള്ള ആൾക്കാരുടെ കയ്യിലാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് കാണാനും കൂടി കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാം സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. റബ്ബർ, പ്ലാസ്റ്റിക്, അങ്ങനെ ഒരുപാട് കെമിക്കൽ, അതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. അങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു, ചീപ്പ് ഐറ്റംസ്. ഇതാണ് ഇവിടെ പറയുന്നത്. ഇതാണ് ഇവിടെ ഗുട്ട പേർച്ച. യൂസിങ് ഫോർട്സ് ഓഫ് ഗുട്ട, ഇത് പ്ലാസ്റ്റിക്, റബ്ബർ, അങ്ങനത്തെ ഓരോ മെറ്റീരിയൽ ആണത്. ഇൻസ്റ്റെഡ് ഓഫ് ഗോൾഡ്, സിൽവർ, ബ്രാസ് ആൻഡ് കോപ്പർ, they are using margarine instead of purified butter, and 1/4 of the city population has no shelter. അപ്പൊ ശരിക്കുള്ള പശുവിൻ്റെ പ്രോഡക്ട്സ് ഉണ്ട്, പാലുണ്ട്, തൈരുണ്ട്, നെയ്യുണ്ട്, ഘീ ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ. അതിന് പകരം എല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മാർജറിൻ യൂസ് ചെയ്യുന്നു. ആൻഡ് പിന്നെ പ്രഭാത പർപ്പോട്ടിൽ പറയുന്നത് 1/4 of the city population has no shelter. 1/4 of സിറ്റി പോപ്പുലേഷൻ അവർക്ക് ശരിക്കും ജീവിക്കാനുള്ള വീടുകളില്ല. അപ്പോൾ പല സിറ്റികളിലും ചെന്നാൽ എല്ലാം ഷെയറിങ് അക്കോമഡേഷൻ. ഒരു റൂമിലെ 2 പേര്, 4 പേര്, 8 പേര്, 10 പേര്, 12 പേരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങൾ കാണാം പല സ്ഥലത്തും. അപ്പൊ എത്ര കൂടുതൽ ആൾക്കാർ ജീവിക്കുന്നു അവിടെ എന്തായാലും പൊല്യൂഷൻ കൂടും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇതൊക്കെയാണ് പ്രസന്റ് സിനാരിയോ. പക്ഷെ അന്നത്തെ കാലത്ത് നമ്മളുടെ കൾച്ചറിനെ അവർ ശരിക്കും ഫോളോ ചെയ്തിരുന്നു. അതെന്താണോ ആവശ്യം അത് മാത്രമേ നമ്മൾ അത് മാത്രമേ നമ്മൾ ഉപയോഗിച്ചിരുന്നുള്ളൂ. നമ്മളുടെ ലൈഫ് സ്റ്റൈൽ നന്നായിരുന്നു, ആരോഗ്യസ്ഥിതി നന്നായിരുന്നു. ഇന്നതെല്ലാം ഇൻ ദ നെയിം ഓഫ് മോഡേണൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ എല്ലാം കളഞ്ഞു കുളിച്ചു. Text 18. ഉദ്ധവാ സാത്യകിശ്ചൈവ വ്യജനേ പരമാദ്ഭുതേ വികീര്യമാന കുസുമൈ രേജേ മധുപതിപതി. ഉദ്ധവാ സാത്യകിശ്ചൈവ വ്യജനേ പരമാദ്ഭുതേ വികീര്യമാന കുസുമൈ രേജേ മധുപതിപതി. ഹരേ കൃഷ്ണ. ശൈവ വ്യജനേ പരമാത്മൽബുദേ വികീര്യമാണ കുസുമേ രേജേ മധുപതിപതി. ഹരേ കൃഷ്ണ. പ്രഭാത് കി ജയ്. വിവർത്തനം. അലങ്കരിക്കപ്പെട്ട വിശറിയാൽ ഉദ്ധവരും സാത്യകിയും ഭഗവാനെ വീശാൻ ആരംഭിക്കുകയും പുഷ്പങ്ങളാൽ സജ്ജമാക്കപ്പെട്ട ആസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന മധുപതിയായ ശ്രീകൃഷ്ണ ഭഗവാൻ വീതിയിലുടനീളം അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ഹരേ കൃഷ്ണ. Uddhava and Satyaki began to fan the Lord with decorated fans, and the Lord, as the master of Madhu, seated on scattered flowers, commanded them along the road. Okay. ഉദ്ധവനും സാത്യകിയും എന്താണ് ചെയ്തത്? ഭഗവാനെ ചാമര കൊണ്ട് വീശാൻ തുടങ്ങി, അല്ലെ, അല്ലെങ്കിൽ പീകോക്ക് എന്താണെങ്കിലും. And the Lord, as the master of Madhu, seated on the scattered flowers, commanding them along the road. അപ്പോൾ ഭഗവാൻ എവിടെയാണ്? ഒരുപാട് ഫ്ലവർ പെറ്റൽസ് കൊണ്ട്, ഫ്ലവേഴ്സ് കൊണ്ട്, പുഷ്പങ്ങളെ കൊണ്ട് വീഥികൾ അലങ്കരിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ഭഗവാന് വേണ്ടിയിട്ട് അവിടെ എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഇരുന്നിട്ട് ആണ് ഇതെല്ലാം ഭഗവാൻ സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിനെ ഫാൻ ചെയ്യാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം വളരെ വളരെ രാജകീയമായിട്ടുള്ള ഓരോ ആചാരങ്ങളാണ്. അത്രയും വലിയ പ്രധാനപ്പെട്ട വ്യക്തികളെ നമ്മൾ ആദരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു മര്യാദ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളും പണ്ടത്തെ കാലത്ത് ഈ മര്യാദകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ആര് വന്നാലും ആര് പോയാലും ആർക്കും ഒരു വ്യത്യാസമില്ല. യെസ്, നമുക്ക് എവിടെയെങ്കിലും നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടോ, നമുക്ക് എവിടെയെങ്കിലും ഗുണങ്ങൾ കിട്ടുന്നുണ്ടോ അവരെ പുകഴ്ത്തും, ആവശ്യം കഴിഞ്ഞാൽ മാറ്റിവെക്കുകയും ചെയ്യും. അത്രയേ ഉള്ളൂ ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഉദ്ധവൻ
സാത്യകിയും ഭഗവാനെ ഫാൻ ചെയ്യുന്നു. ഇതാണ് ഇതിൽ പർപ്പോട്ടില്ല. അടുത്ത ടെക്സ്റ്റ് 19ലേക്ക് പോവാം. അശ്രൂയന്താശിഷാ സത്യാസ് തത്ര തത്ര ദ്വിജേരിതാം നാനുരൂപാനുരൂപശ്ച നിർഗുണസ്യ ഗുണാത്മനഃ. അശ്രൂയന്താശിഷാ സത്യസ് തത്ര തത്ര ദ്വിജേരിതാം നാനുരൂപാനുരൂപശ്ച നിർഗുണസ്യ ഗുണാത്മനഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അശ്രൂയന്താശിഷാ സത്യാസ്തത്ര തത്ര ദ്വിജേരിതാ നാനുരൂപാനുരൂപാശ്ച നിർഗുണസ്യ ഗുണാത്മന. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. അവിടെ കൃഷ്ണന് സമർപ്പിക്കപ്പെടുന്ന ആശീർവാദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അവ അനുയോജ്യമോ അനുയോജ്യമല്ലാത്തതോ ആയിരുന്നില്ല. കാരണം അവയെല്ലാം ഇപ്പോൾ ഒരു മനുഷ്യന്റെ ഭാഗം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നിരപേക്ഷനായ പരമ്പൊരുളിനു വേണ്ടിയുള്ളവയായിരുന്നു. ഹരേ കൃഷ്ണ. Haribol. It was being heard here and there that the benedictions being paid to Krishna were neither befitting nor unbefitting, because they were all for the Absolute, who was now playing the part of a human being. അപ്പോൾ അതേസമയത്ത് തന്നെ അവിടെയും ഇവിടെയായിട്ട് ഭഗവാനെ സ്തുതിക്കുന്നുണ്ടായിരുന്നു, ഭഗവാനെ അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു, ആശീർവദിക്കുന്നുണ്ടായിരുന്നു ബ്രാഹ്മണന്മാര്. അത് ബെഫിറ്റിംഗ് ആണ്, അത് അൺബിഫിറ്റിംഗ് ആണ്. അത് എന്താണ് പറയാ, ബെഫിറ്റിംഗ് പറഞ്ഞ എന്താ മലയാളത്തിൽ പറയാ? അനുയോജ്യമായത്. അനുയോജ്യമായത്. അനുയോജ്യമാണ്, അല്ലാത്തതുമാണ് അല്ലെ? അപ്പോ ഇവിടെ നിർഗുണ, ഗുണമാണോ നല്ലത്, നിർഗുണമാണോ നല്ലത്? നിർഗുണം. എന്തേ കാരണം? ഭഗവാൻ എല്ലാ ഗുണങ്ങൾക്കും അതീതനാണ്. അപ്പൊ നമുക്ക് ഗുണം ഉണ്ടാവാം, കുഴപ്പമില്ല അല്ലെ? നമുക്ക് സത്വഗുണം, നമ്മൾ ഗുണാതീതനാണ്. സത്വഗുണത്തിനും അല്ല, നമ്മൾ ഗുണാതീതരല്ലല്ലോ. പ്രകൃതിയുടെ 3 ഗുണങ്ങളിലും ഒക്കെ ഉൾപ്പെട്ടവരാണല്ലോ നമ്മൾ. അതുകൊണ്ടാണല്ലോ സൃഷ്ടി തന്നെ. ഓക്കെ, അപ്പോ നിർഗുണം എന്ന് പറഞ്ഞാൽ അതാണ് നല്ലത്. അപ്പൊ നമ്മുടെ ഗുണത്തിലാണ്. ഇപ്പൊ ഗുണത്തിലാണോ നിർഗുണത്തിലാണോ നമ്മള്? ഗുണത്തില്. ഏതാ നല്ലത്? നിർഗുണം. നിർഗുണം എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താണ് അർത്ഥം എക്സാക്ട്ലി? 3 ഗുണത്തിനും അപ്പുറം, 3 ഗുണങ്ങൾക്ക്. അപ്പൊ നിർഗുണം എന്ന് പറഞ്ഞാൽ ഗുണമില്ലാത്തവന്നല്ലേ? അല്ല, ഭഗവാന്റെ കാര്യത്തില് 3 ഗുണങ്ങളും ഭഗവാനെ ബാധിക്കും. നിർഗുണം അതല്ലേ പറയാ? ഓക്കെ, മനസ്സിലായി. പക്ഷെ എന്താണ് ശരിക്കുള്ള വ്യാഖ്യാനം? എന്താണ് നിർഗുണം എന്ന് പറഞ്ഞാൽ? എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അതായത് 3 ഗുണത്തിന് അതീതമായി നിൽക്കുന്നവൻ. ഓക്കെ, അതുകൊണ്ട് എന്ത് മനസ്സിലാക്കുന്നു? എന്താണ് നിർഗുണം എന്ന് പറയുന്നത്? സാധാരണ ആൾക്കാർ വിചാരിക്കുക നിർഗുണം എന്ന് പറഞ്ഞാൽ ഗുണമില്ലാത്തവൻ. പക്ഷെ ഇവിടെ ഗുണങ്ങൾ പറയുന്നുണ്ട്. ഗുണം, സഗുണം, നിർഗുണം. ഓക്കെ, അപ്പൊ നിർഗുണങ്ങള് നിങ്ങൾ പറയുന്നു അതാണ് നല്ലത്. ഭഗവാൻ നിർഗുണത്തിലാണ്. അപ്പോൾ എന്താണ് നിർഗുണത്തിന്റെ ആ ഒരു സ്റ്റേജ്? എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഭഗവാന് തുല്യമോ ഭഗവാന് മേലെയോ വേറെ ആരുമില്ല. ഓക്കെ, അതെല്ലാം മനസ്സിലാക്കി, അത് ഞങ്ങൾ മനസ്സിലാക്കി. പക്ഷെ എന്താണ് നിർഗുണം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നത്? 3 ഗുണത്തിന് അതീതമായി അത് മനസ്സിലാക്കി ഞാൻ. അതിന് നിരപേക്ഷ സത്യം. ഓക്കെ, നിരപേക്ഷ സത്യം. ഓക്കെ, അതുകൊണ്ട് എന്താണ് ഡെഫിനിഷൻ? നിർഗുണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു രജസത്വഗുണങ്ങളിൽ ഒന്നിലും ചേരാതെ എല്ലാത്തിലും ഇതായിട്ട് തനിയായിട്ട് നിൽക്കുന്ന, ഒന്നിലും ഒട്ടാതെ, അതായത് ഈ ഗുണങ്ങളിലൊന്നും ഒട്ടാതെ തനിച്ച് നിൽക്കുന്നതാണ് നിർഗുണം. പ്രഭുപാദ പറയുന്നുണ്ട്, അത് ദാറ്റ് ഈസ് സ്പിരിച്വൽ ക്വാളിറ്റി. ട്രാൻസെൻഡന്റ്
അതീന്ദ്രിയ ഗുണം. ആ അതീന്ദ്രിയ ഗുണങ്ങൾ ഉണ്ടായിരുന്നു. ട്രാൻസെൻഡന്റൽ സ്റ്റേജ് ആണ്, ദിവ്യമായിട്ടുള്ള തലം, സ്പിരിച്വൽ ആയിട്ടുള്ള വേൾഡ്. നിർഗുണം എന്ന് പറഞ്ഞാൽ ഭൗതിക തലത്തിലുള്ള ഗുണങ്ങളില്ല. ഭൗതിക തലത്തിലുള്ള ഗുണങ്ങളാണ് സത്വരജസ് തമോ ഗുണങ്ങൾ. അതിനും ഉപരിയായിട്ട് നിൽക്കുന്നത് സ്പിരിച്വൽ ക്വാളിറ്റി, ദിവ്യമായിട്ടുള്ള ഗുണങ്ങൾ, ട്രാൻസെൻഡന്റൽ ക്വാളിറ്റി. അപ്പൊ അവിടെ ഗുണമുണ്ട്, ഭൗതിക തലത്തിലുള്ള 3 ഗുണമല്ല എന്ന് മാത്രം. അപ്പോ ഭൗതിക തലത്തിലുള്ള 3 ഗുണങ്ങളെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഗുണം ഏതാ? സത്വഗുണം. സത്വഗുണം. അതിന്റെ താഴെ എന്താണ്? അതിന്റെ താഴെ തമോ ഗുണം. തമോ ഗുണം. ഈ സത്വഗുണം എന്ന് പറഞ്ഞാൽ 100% സത്വഗുണമാണോ? അല്ല, അതിൽ കുറച്ച് സ്റ്റേജ് അനുസരിച്ച് സത്വഗുണത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയും സത്വഗുണത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയും കുറച്ച് അംശം രജോ ഗുണം ആയിരിക്കും. പൂർണ്ണമായിട്ടും ഒരു വ്യക്തിയും സത്വഗുണത്തിലോ പൂർണ്ണമായിട്ടും ഒരു വ്യക്തിയും രജോ ഗുണത്തിലോ പൂർണ്ണമായിട്ടും ഒരു വ്യക്തിയും തമോ ഗുണത്തിലോ ഉണ്ടായിരിക്കില്ല. പ്രിഡോമിനന്റ് ആയിട്ട് ഒരു ഗുണത്തിലായിരിക്കും ഒരു വ്യക്തി. ഒരു ബ്രാഹ്മണൻ, ഒരു നല്ലൊരു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നു. പക്ഷെ ആ ബ്രാഹ്മണൻ ചില സമയത്ത് രജോ ഗുണവും തമോ ഗുണവും പ്രദർശിപ്പിക്കും. കുറച്ച് ടിഞ്ച് ഓഫ് ഇൻഫ്ലുവൻസ് ഓഫ് രജോഗുണ ആൻഡ് തമോ ഗുണ വിൽ ബി ദർ. പൂർണ്ണമായിട്ടും അതേപോലെ ഒരു വ്യക്തിയും പൂർണ്ണമായിട്ടും രജോ ഗുണത്തിലും തമോ ഗുണത്തിലും ഉണ്ടായിരിക്കില്ല. പക്ഷേ ഈ നിർഗുണം എന്നുള്ള ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും വിശുദ്ധ സാത്വിക് സ്റ്റേജിലാണ്. വിശുദ്ധ സാത്വിക്, അതിനാണ് ട്രാൻസെൻഡന്റൽ എന്ന് പറയുന്നത്. അപ്പൊ അതില് ഇതിന്റെ യാതൊരു ടിഞ്ചും ഇല്ല, യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല ഭൗതിക ലോകത്തിൽ. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ പറയുന്നത് അർജുനോട്, എന്താണ് പറയുക? ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന. ത്രൈഗുണ്യ വിഷയ വേദ, അതായത് വേദങ്ങളും കൂടി പ്രതിപാദിച്ചിരിക്കുന്നത് ഈ 3 ഗുണത്തിന്റെ അധീനത്തിലാണ്. വേദങ്ങൾ കൂടുതൽ പറയുന്നത് എന്താ? എന്ത് കാര്യങ്ങളെ പറ്റിയാണ്? ഈ 3 ഗുണത്തിന്റെ അധീനത്തിലുള്ള കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. സത്വഗുണം. നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിരോഗ്യ ക്ഷേമമാത്മാ. അതുകൊണ്ട് അർജുന, ട്രാൻസെൻഡ് യുവർ സെൽഫ് ഫ്രം ദ 3 മോഡ്സ്. അപ്പോഴാണ് അങ്ങനെ ഈ 3 ഗുണത്തിൽ നിന്ന് നമ്മള് അതിന്റെ മുകളിൽ പോയാൽ മാത്രമേ നമ്മള് നിർദ്വന്ദ്വോ. എന്താ നിർദ്വന്ദ്വം പറഞ്ഞാൽ? ദ്വന്ദ്ങ്ങളിൽ നിന്നെല്ലാം ദ്വന്ദ്ങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരണം. അപ്പൊ എത്രത്തോളം കാലം നമ്മൾ ഈ 3 ഗുണത്തിന്റെ അധീനത്തിൽ ജീവിക്കുന്നുവോ അത്രത്തോളം കാലം നമ്മൾ ദ്വന്ദ്വത്തിൽ ജീവിക്കുകയാണ്. എന്താണ് ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ? നല്ലത് ചീത്ത, ശരി തെറ്റ്, ജയം പരാജയം, അല്ലേ? ഇതാണ് ദ്വന്ദ്ങ്ങള്. അപ്പൊ ഇതിൽ നിന്നും അതീതമായിട്ട് നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് എന്ത് ചെയ്യണം? വിശുദ്ധ സത്വ തലത്തിലേക്ക് പോണം. അതാണ് ഇവിടെ ഭഗവാൻ അർജുനോട് പറയുന്നത്. ത്രൈഗുണ്യ വിഷയവേ. അപ്പൊ വേദങ്ങളും ഈ 3 ഗുണത്തിനെ പറ്റിയിട്ടുണ്ട്. അപ്പൊ പക്ഷെ ഏതാണ് വിശുദ്ധ സാത്വിക് സ്റ്റേജിലുള്ള ഒരു ഗ്രന്ഥം നമുക്ക് തന്നിരിക്കുന്നത്? വ്യാസദേവൻ ഭാഗവതം വിശുദ്ധ സത്വത്തിലാണ്. അപ്പൊ നമ്മള് ഭഗവാനായിട്ട് ശരിക്കും യോജിക്കണമെന്നുണ്ടെങ്കിൽ, ഭഗവാനായിട്ട് സമ്പർക്കം ചെലുത്തണമെന്നുണ്ടെങ്കിൽ, ഭഗവാനെ പൂർണ്ണമായിട്ടും സ്നേഹിക്കണം, പ്രേമിക്കണം, ആ തലത്തിൽ നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് തലത്തിലേക്ക് ഉയരണം? അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്ന അർജുനാണ്, നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗ ക്ഷേമമാത്മാൻ ആത്മാവാൻ. ആത്മാവില് നമ്മൾ സന്തോഷം കണ്ടെത്തണം. ആത്മാവിന് സന്തോഷം കാണുന്നുണ്ടെങ്കിൽ ആത്മാവ് പരമാത്മാവായിട്ട് സമ്പർക്കം ചെലുത്തണം, അല്ലേ? അല്ലാണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളില് നമ്മൾ സന്തോഷം കണ്ടെത്തിയാൽ ആത്മാവ് പരമാത്മാവിൽ നിന്ന് ദൂരെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ 3 ഗുണത്തിന്റെ അതീതമായിട്ടുള്ള ആ തലത്തിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ
ജീവാത്മാക്കള് പരമാത്മാവായിട്ട് നിരന്തരം അറ്റാച്ച്മെന്റ് ബന്ധം വേണം. അപ്പൊ അങ്ങനെ ബന്ധം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭൗതിക തലത്തിൽ നിന്ന് നമ്മള് അവിടെ നിന്ന് വിടണം, അവിടെ ഡിറ്റാച്ച് ചെയ്യണം, അവിടെ വൈരാഗ്യം വരണം. അപ്പൊ ഇവിടെ രണ്ട് സ്ഥലത്തും കൂടി നമുക്ക് ഇപ്പൊ രണ്ട് ബോട്ടിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഒരു ഡിവോട്ടിയെ സംബന്ധിച്ചോളം, ഒരു ഭക്തനെ സംബന്ധിച്ചോളം അവർക്ക് മെറ്റീരിയൽ സ്പിരിച്വൽ അങ്ങനെ രണ്ട് ജീവിതമില്ല. ഉണ്ടോ? ഭക്തൻ ജീവിക്കുന്നത് എല്ലാം സ്പിരിച്വൽ ആണ്. ഈവൻ അവര് പ്രവർത്തിക്കുന്ന സോ കോൾ മെറ്റീരിയൽ, അവര് മെറ്റീരിയൽ ആയിട്ടല്ല, അതെല്ലാം അവരുടെ സ്പിരിച്വൽ ആക്ടിവിറ്റിയാണ്. പ്രഭുപാദ 24 മണിക്കൂറും സ്പിരിച്വൽ ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു സെക്കൻഡെങ്കിലും പ്രഭുപാദ മെറ്റീരിയൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നുണ്ടോ? ഇല്ല. അദ്ദേഹം ചെയ്യുന്ന മുഴുവന് ഭക്തിയുത സേവനമാണ്. നമുക്ക് തോന്നും അദ്ദേഹം പ്ലെയിനിൽ പോകുന്നു, അവരെ കാണാൻ പോകുന്നു, പൈസ മേടിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഇങ്ങനെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നു, ടെമ്പിൾ, ഇതെല്ലാം മെറ്റീരിയൽ ആക്ടിവിറ്റി ആയിട്ട് ആൾക്കാർ കാണാം. പക്ഷെ ഒരു നിമിഷം പോലും പ്രഭുപാദ മെറ്റീരിയൽ ആക്ടിവിറ്റി ചെയ്യുന്നില്ല. അവർക്ക് അങ്ങനത്തെ ഒരു സെഗ്രിഗേഷൻ ഇല്ല, മെറ്റീരിയൽ സ്പിരിച്വൽ. ഇത് നമ്മളെ പോലുള്ള സംബന്ധം. ഓക്കെ, കുറച്ചു നേരം ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ നീക്കി വെക്കാം, ബാക്കി നമുക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്, ഭർത്താവിന് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട്, സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നമ്മളാണ് ഇത് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. ഇത് സ്പിരിച്വൽ, ഇത് മെറ്റീരിയൽ. നമ്മൾ ചെയ്യുന്നതെല്ലാം ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന തലത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ എന്താണ്, അതെല്ലാം സ്പിരിച്വൽ ആവും. അപ്പൊ ഇപ്പൊ നമ്മൾ പ്രാക്ടീസിങ് ഡിവോട്ടീസ് പതുക്കെ ആ തലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഭക്തന്മാരെ സംബന്ധിച്ചോളം ഭക്തന്മാരും അതേപോലെ ഭഗവാനും ഈ 3 ഗുണത്തിനും അതീതമായിട്ടുള്ള വ്യക്തികളാണ്, നിർഗുണാവസ്ഥയിലാണ്. അപ്പൊ ഭഗവാൻ ഇവിടെ ഒരു മനുഷ്യ അവതാരം എടുത്തു വന്നിരിക്കുകയാണ്. അപ്പോ മനുഷ്യന്റെ തലത്തിൽ നോക്കുമ്പോൾ ബ്രാഹ്മണന്മാർ സ്തുതിക്കുന്നതെല്ലാം ബിഫിറ്റിംഗ് ആണ്, അനുയോജ്യമാണ്. ഭഗവാനായിട്ട് കാണുമെങ്കിൽ അത് അനുയോജ്യമല്ല. കാരണം നമ്മൾ എങ്ങനെ ഭഗവാനെ സ്തുതിക്കുക, ഭഗവാനെ എങ്ങനെ അനുഗ്രഹം കൊടുക്കുക? പക്ഷെ ഭക്തന്മാർക്ക് കൊടുക്കും. അത്രയും ആ ഒരു അറ്റാച്ച്മെന്റ്, ഭഗവാനോടുള്ള പ്രേമം കാരണം ഭക്തന്മാർക്ക് ഭഗവാനെ അനുഗ്രഹം, നീണാൾ വാഴട്ടെ, എനിക്ക് അങ്ങനെ ഒരുപാട് പക്ഷെ നമ്മുടെ ഇപ്പൊ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലേ, ആയുഷ്മാൻ ഭവ, സൗഭാഗ്യവതി ഭവ, അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുക്കും. ഇതൊന്നും ഭഗവാനെ സംബന്ധിച്ചൊന്നും അപ്ലിക്കബിൾ അല്ല. ഭഗവാന് ആയുസ് നീട്ടിക്കൊടുക്കാൻ നമ്മൾ ആരാ? ഭഗവാന് ബിഗിനിങ് ഇല്ല, എൻഡിങ് ഇല്ല, മിഡിലില്ല, ആദ്യമില്ല, അന്ത്യമില്ല, മധ്യമില്ല. ഭഗവാന് നമ്മള് ആയുസ് കൂട്ടി കൊടുക്കാൻ പറ്റൂ? ഭഗവാന് ആരോഗ്യം കൊടുക്കാണ്. ഭഗവാന് അങ്ങനെ യാതൊന്നുമില്ല. ഭൗതിക ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല അല്ലെ. ഹീസ് ടോട്ടലി അലൂഫ്. അദ്ദേഹത്തിന്റെ എക്സ്റ്റേണൽ എനർജിയാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് എപ്പോഴും ബ്ലിസ്ഫുൾ ആണ്, സച്ചിദാനന്ദമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ പ്രശ്നം എന്താണ്? അപ്പൊ എങ്കിലും കൂടി ഇത് ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള ആ ഒരു കൺസിഡറേഷനിൽ ഇറ്റ് ഈസ് ബിഫിറ്റിംഗ്, അനുയോജ്യമാണ്. അല്ല ഭഗവാൻ ആണെങ്കിൽ ഇത് അനുയോജ്യം. അതേസമയം തന്നെ നമ്മുടെ ശുദ്ധ ഭക്തന്മാര് ഭഗവാനെ അനുഗ്രഹിക്കും. അപ്പോ ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാര്, ഇവർക്കൊന്നും ഭൗതിക തലത്തിലെ യാതൊരു നിയമങ്ങളും ബാധകമല്ല. ഭൗതിക ലോകത്തിലെ പ്രഭുപാദയെ സംബന്ധിച്ചോളം, അതേപോലെ നമ്മുടെ ആചാര്യന്മാരെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് 16 മാല ചൊല്ലണം എന്നൊന്നും 24 മണിക്കൂറും അവർ മാല ചൊല്ലിനാണ്. അവർ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും ഭഗവാന്റെ സ്മരണ തന്നെയാണ്. നമുക്കത് വേണം, കാരണം റെഗുലേറ്റഡ്, നമ്മള് സാധന ഭക്തി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്, വൈദി സാധന ഭക്തി. അങ്ങനെ വൈദി സാധന ഭക്തി ചെയ്തിട്ട് നമ്മള് ആ രാഗാനുഗ ഭക്തിയിലേക്ക് പോകണം. നമ്മളെല്ലാം വൈദി സാധന ഭക്തി ചെയ്യുന്ന പ്രാക്ടീസിങ് ഡിവോട്ടീസ്.
അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇറ്റ് വാസ് ബീങ് ഹേർഡ് ഹിയർ ആൻഡ് ദർ. അപ്പൊ ഭഗവാന്റെ അവിടുന്ന് ആ ഹസ്തിനാപുരത്ത് നിന്ന് ദ്വാരകയിലേക്ക് പോകുന്ന സമയത്ത് എല്ലാ ബ്രാഹ്മണന്മാരും മറ്റുള്ള ഭക്തന്മാരൊക്കെ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്തിരുന്നു, ഭഗവാനെ ആശീർവദിച്ചിരുന്നു, ഭഗവാനെ അനുഗ്രഹം കൊടുത്തിരുന്നു. ഇതെല്ലാം ബിഫിറ്റിംഗ് ആണ്, അൺബിഫിറ്റിംഗ് ആണ്. ഒരു മനുഷ്യന്റെ ഒരു അവതാരത്തിൽ വന്നുകൊണ്ട് ഒരു ക്ഷത്രിയന്റെ ഒരു തലത്തില് ഒരു രാജാവായിട്ടുള്ള ആ തലത്തില് അത് ബിഫിറ്റിംഗ് ആണ്. അബ്സല്യൂട്ട് എന്ന തലത്തില് അത് അനുയോജ്യമല്ല എന്നാണ്. So at places there were sounds of Vedic benediction aiming at the personality of Godhead, Sri Krishna. The benedictions were fitting in the sense that the Lord was playing the part of human being, as if a cousin of Maharaja Yudhishthira, but they were also unfitting because the Lord is absolute and has nothing to do with any kind of material relativities. Okay, യുധിഷ്ഠിരന്റെ കസിൻ എന്നുള്ള നിലയ്ക്ക് അത് ബെഫിറ്റിംഗ് ആണ്. പക്ഷെ അബ്സല്യൂട്ട് പരമസത്യം എന്നുള്ള നിലയ്ക്ക് അത് അൺഫിറ്റിംഗ്, അനുയോജ്യമല്ല. കാരണം ഭൗതിക തലത്തിലെ ഒരു കാര്യത്തിനും ഭഗവാനായിട്ട് യാതൊരു ബന്ധമില്ല. ഇറ്റ്സ് നത്തിങ് ടു ഡു വിത്ത് എനി കൈൻഡ് ഓഫ് മെറ്റീരിയൽ റിലേറ്റിവിറ്റി. ഭൗതിക ലോകത്തില് എന്താണ്? എവറിത്തിങ് ഈസ് റിലേറ്റീവ് അല്ലേ? എവറിത്തിങ് ഈസ് ദ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദമാണ്, പൂർണ്ണമാണ്. അതാണ് ഈശോപനിഷത്തിലും പറയുന്നത്. എന്താണ് പറയുന്നത്? ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവ അവശിഷ്യതി. നമ്മളുടെ മെറ്റീരിയൽ മാത്സും സ്പിരിച്വൽ മാത്സും തമ്മിലുള്ള വ്യത്യാസം 1 + 1 = 2 അല്ലേ? 1 - 1 0. പക്ഷെ ആത്മീയ തലത്തിലെ സ്പിരിച്വൽ വേൾഡില് 1 + 1 = 1, 1 - 1 = 1. എപ്പോഴും പൂർണ്ണം. എത്ര കൊടുത്താലും എത്ര മേടിച്ചാലും. അപ്പോ ആ റിലേറ്റീവ് തിയറിയാണ് ഇവിടെ. നമ്മുടെ ഒരാളുടെ സുഖം മറ്റൊരാളുടെ ദുഃഖമായിരിക്കും. റിലേറ്റീവ് ആണ്. ഇപ്പോ ഒരാൾക്ക് സുഖം തരുന്ന അതേ കാര്യമായിരിക്കും മറ്റുള്ളവർക്ക് ദുഃഖം കൊടുക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അത് കോമൺ അല്ല. കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതാണ്. അതെന്തായാലും പറയാൻ പറ്റുമോ? ആർക്കാണ് ഈ മെറ്റീരിയൽ വേൾഡ് കോമൺ ആയിട്ടുള്ള കാര്യങ്ങള് എല്ലാവർക്കും കോമൺ? മരണ വാർദ്ധക്യം. എന്താ പറഞ്ഞ? ജനനം മരണം അല്ല, ജനനം വാർദ്ധക്യം മരണം. ജന്മ മൃത്യു ജരാവ്യാധി, ഇത് കോമൺ ആണ്. ഇതെല്ലാവർക്കും ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണമുണ്ട്. അതിൻ്റെ ഇടയില് വ്യാധി, ആദി, വാർദ്ധക്യം ഇതെല്ലാം ഉണ്ട്. അപ്പോ ഇവിടെ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആണ് ഭൗതിക ലോകത്തില്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ആസ് എ കസിൻ ഓഫ് മഹാരാജ യുധിഷ്ഠിര ഇറ്റ് വാസ് ബിഫിറ്റിംഗ്, ബട്ട് ആസ് അബ്സല്യൂട്ട് ട്രൂത്ത് ഇറ്റ് ഈസ് നോട്ട് ബിഫിറ്റിംഗ്. ഹീസ് നിർഗുണ. അപ്പൊ നമ്മൾ നിർഗുണ എന്നുള്ള ആ വാക്കിന്റെ ഇത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഭഗവാൻ 3 ഗുണത്തിൽ അതീത, ട്രാൻസെൻഡന്റ് ആണ്, സ്പിരിച്വൽ ആണ്. അദ്ദേഹം സച്ചിദാനന്ദമാണ്. ഭൗതികമായിട്ട് യാതൊരു ബന്ധമില്ല. ഭഗവാന്റെ എനർജി ആണെങ്കിലും കൂടി ഭഗവാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. എങ്ങനെ ഒരു ചളിക്കുണ്ടില് താമര വിരിഞ്ഞു നിൽക്കുന്നു, ആ ചളിയായിട്ട് യാതൊരു ബന്ധമില്ല. Or there are no material qualities in him, but he is full of transcendent qualities. Transcendental quality, ദിവ്യമായിട്ടുള്ള ഗുണങ്ങളാണ് ഭഗവാനുള്ളത്. In the transcendent world there is nothing contradictory. Okay, അപ്പോ അവിടെ ദ്വന്ദ്ങ്ങളില്ല. അവിടെ ദ്വന്ദ്ങ്ങളില്ല. അവിടെ ഇരുട്ട്, അവിടെ വെളിച്ചം മാത്രമേ ഉള്ളൂ. ഇരുട്ടില്ല. അവിടെ സത്യം മാത്രമേ ഉള്ളൂ. അപ്പൊ അതാണ് അവിടെ എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള മാത്രമേ ഉള്ളൂ, നെഗറ്റീവ് ആയിട്ട് ഒന്നുമില്ല. ഇവിടെ പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ട്. Whereas in the relative world everything has its opposite. എല്ലാത്തിനും ഓപ്പോസിറ്റ്. In the relative world white is the opposite conception of black. Okay, ഇവിടെ ഭൗതിക ലോകത്തില് എന്താണ്? വൈറ്റ്.
വെളുത്തത് ബ്ലാക്കിന്റെ കറുത്തതിന്റെ വിപരീതം ഓപ്പോസിറ്റ് ആണ്. ബട്ട് ഇൻ ദ ട്രാൻസെൻഡന്റ് വേൾഡ് ദർ ഇസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ആ പരംധാമില് വെളുത്തതും കറുപ്പും തമ്മിൽ യാതൊരു വ്യത്യാസവും കാണില്ല. കാരണം അവിടെ ദ്വന്ദ്ങ്ങളില്ല. നിർമാണമോഹ ജിതസംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്ത കാമ ദ്വന്ദ്വൈർ വിമുക്ത സുഖ ദുഃഖ സംനീർ ഗച്ഛന്തി അമൂഢ പദം അവ്യം തത്. ഗച്ഛന്തി അമൂഢ, ഈ ദ്വന്ദ്ങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വന്നാൽ നമ്മൾ എവിടെ കിട്ടും? അമൂഢ എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് ഉള്ള ആൾക്കാർ, മൂഢന്മാരല്ലാത്ത ആൾക്കാർ. പദം അവ്യയം തത്, ആ പദം ഏത് അവ്യമായിട്ടുള്ള ഇൻഎക്സോസ്റ്റിബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രിക്റ്റബിൾ ആയിട്ടുള്ള ആ സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. അതൊന്ന് നിർമാണമോഹ ജിത സംഘദോഷ അധ്യാത്മനിത്യ വിനിവൃത്ത കാമ ദ്വന്ദ്വേർ വിമുക്ത സുഖ ദുഃഖ സംജ്ഞ. ദ്വന്ദ്വേർ സുഖ ദുഃഖം, ഇതാണ് ദ്വന്ദ്ങ്ങള്. ഭഗവാൻ ഭഗവത്ഗീതയിൽ വീണ്ടും പറയുന്നു, മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖത ആഗമപ്പായനു അനിത്യസ് താം തിതിക്ഷസ്വ ഭാരത. ടോളറേറ്റ് ചെയ്യാനാണ് പറയുന്നത്. കാരണം ഈ ദ്വന്ദ്ങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ ഭൗതിക ലോകത്തിലാണ്. ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ വേൾഡ് പറഞ്ഞാൽ ദ്വന്ദ്ം ഇസ് എ പ്ലേസ് ഓഫ് ഫുൾ ഓഫ് മിസറീസ് ആൻഡ് ഡ്യുവാലിറ്റീസ്. അപ്പൊ നമ്മള് ആസ് പ്രാക്ടീസിങ് ഡിവോട്ടീസ് നമ്മൾ എന്താ ടോളറേറ്റ് ചെയ്യാനേ പറ്റൂ. ടോളറേറ്റ് ചെയ്യണം. അങ്ങനെ ടോളറേറ്റ് ചെയ്തിട്ട് നമ്മള് ആ 3 ഗുണത്തിൽ നിന്നും പുറമേ വന്നാൽ മാത്രമാണ് ആ ദിവ്യമായിട്ടുള്ള നിർഗുണ സ്റ്റേജിലേക്ക് വരുള്ളൂ. അപ്പൊ നമുക്ക് ഈ ദ്വന്ദ്ങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? ദ്വന്ദ്ങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. നമ്മള് ഭൗതിക ലോകത്താണ്. സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടായിരിക്കും, ചൂടുണ്ടാവും, തണുപ്പും ഉണ്ടായിരിക്കും, ജയം ഉണ്ടായിരിക്കും, പരാജയം ഉണ്ടായിരിക്കും. പക്ഷെ അതിന് നമ്മളെ താം തിതിക്ഷസ്വ ഭാരത എന്ന് പറയുന്ന അർജുന, ടോളറേറ്റ് ഇറ്റ്, ദർ ഇസ് നോ അതർ വേ. So therefore, the sounds of benedictions uttered by the learned Brahmanas here and there appear to be contradictory in relation with the absolute person. But when they are applied to the absolute person, they lose all contradiction and become transcendental. അപ്പോൾ ഇതെല്ലാം ഒരു വിരോധാഭാസമായിട്ട്, കോൺട്രഡിക്ടറി ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷെ നമ്മൾ ആ അബ്സല്യൂട്ട് പേഴ്സന്റെ, ഭഗവാന്റെ ആ തലം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഒരു യാതൊരു കോൺട്രഡിക്ഷൻ നമ്മുടെ മനസ്സിലാണ്. ഭഗവാനെ സംബന്ധിച്ചുള്ള ഒന്നും കോൺട്രഡിക്ടറി അല്ല, നമ്മളുടെ അറിവിന്റെ കുറവാണ്. ഓരോരുത്തരും മനസ്സിലാക്കുന്നതിന്റെ കുറവാണ്. ഓരോരുത്തരുടെ ബുദ്ധി, ചില ആൾക്കാർ സത്വഗുണത്തിലായിരിക്കും, ചില ആൾക്കാർ രജോ ഗുണത്തിലായിരിക്കും, ചില ആൾക്കാർ തമോ ഗുണത്തിലായിരിക്കും. അപ്പൊ അവരുടെ ബുദ്ധി എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്, അതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. അബ്സല്യൂട്ട് പേഴ്സൺ, പൂർണ്ണ പുരുഷോത്തം ഭഗവാന് അങ്ങനെ യാതൊരു റിലേറ്റിവിറ്റി തിയറിയും അപ്ലിക്കബിൾ അല്ല. So, but when they are applied to the absolute person, they lose all contradiction and become transcendental. One example may clear this idea. Lord Sri Krishna sometimes described as a thief. Okay. ഭഗവാനെ എന്തായിട്ട് അതിനൊരു ഉദാഹരണം തരാണ്. മഖൻ ചോർ. ഭഗവാൻ എന്തെല്ലാം അപഹരിക്കുന്നുണ്ട്? മഖൻ, അല്ലേ? വെണ്ണമോഷ. അപ്പൊ നമ്മുടെ ഭൗതിക തലത്തില് ഒരു കള്ളനെ നമ്മൾ ആരാധിക്കുവോ? ആ കള്ളന്റെ ഒരു മൂർത്തി ഉണ്ടാക്കിയിട്ട് നമ്മൾ അവിടെ വേഷിപ്പിക്കോ? ഒരു അമ്പലത്തിൽ കെട്ടിയിട്ട് ഒരു കള്ളൻ? ഇന്നത്തെ കാലത്ത് അതും ചെയ്യുമായിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ സാധാരണ കള്ളന്മാരെ നമ്മള് നികൃഷ്ട ജീവികളായിട്ട് അത്രയും തരം താഴ്ത്തിട്ടാണ് കാണുന്നത്. ഇവിടെ ആ മഖൻ ചോറിനെ നമ്മള് എന്ത് ചെയ്യുന്നു? വേഷിപ്പിക്കുന്നു. ദാമോദര ലീല, അല്ലേ? നമ്മൾ ആ ദാമോദര പണം വെച്ചിട്ടാണ് നമ്മൾ ഭഗവാനെ പൂജിക്കുന്നത്. ഭഗവാൻ ബട്ടർ അല്ലാണ്ട് എന്തെല്ലാം അപഹരിക്കുന്നുണ്ട്? ഭക്തരുടെ മനസ്സ്, ഗോപസ്ത്രീകളുടെ ചേല, ഗോപസ്ത്രീകളുടെ ചേല, പിന്നെ ഗോപസ്ത്രീകളുടെ ചീർഹരൻ, അല്ലേ? അപ്പൊ അതിന്റെ എന്തുകൊണ്ടാണ് അതെന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്? ചീർഹരൻ, ഗോപസ്ത്രീകളുടെ ചേലകള് അപഹരിക്കുന്നു. അതിൽ നിന്ന് എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? അഭിമാനം, അഹങ്കാരം എല്ലാം ഇല്ലാതാക്കാൻ. നമ്മുടെ ഫാൾസ് ഈഗോ അപഹരിക്കുകയാണ് ചെയ്യുന്നത്.
ശരീരമാണെന്നുള്ള ബോധം ഇല്ലാതാക്കുക. അതാണ് അപഹരിക്കുന്നത്. പിന്നെന്താ, നമ്മുടെ മനസ്സിനെ അപഹരിക്കുന്നു. നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ആ ഹൃദയം, അല്ലെങ്കിൽ അത് ഭയങ്കര പാറക്കല്ല് പോലെ അത്രയും ഹാർഡായിട്ട് അതിനെ മൃദുവാക്കി തരുന്നു, എന്നിട്ട് അതിനെ അപഹരിക്കുന്നു. പിന്നെ ജന്മജന്മാന്തരമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന പാപം അല്ലേ, അതിനെ അപഹരിക്കുന്നു. അങ്ങനെ അപഹരിക്കുന്ന ആ ഭഗവാനെ നമ്മള് പൂജിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ റൺചോഡ് പറഞ്ഞ ഒരു പേരും കൂടി ഉണ്ട്. അതായത് യുദ്ധക്കളത്തുനിന്ന് ഓടിപ്പോയി ജരാസന്ധന് 17 പ്രാവശ്യം തോൽപ്പിച്ചു. 18ാമത്തെ പ്രാവശ്യം ഒരു കാര്യമില്ല, എത്ര തോൽപ്പിച്ചിട്ടും കാര്യമില്ല, അതിന് ബെറ്റർ നമ്മൾ പോവാണ് പറഞ്ഞിട്ട് അവിടുന്ന് ഓടിപ്പോവാണ്. അതിന് പിന്നിൽ വേറെ കാരണങ്ങളുണ്ടാവും. പക്ഷേ അതുകൊണ്ട് ഭഗവാൻ ഒരു പേര് വന്നു, റൺചോഡ്. ആ റൺചോഡിനും അവിടെ ക്ഷേത്രം ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. So he is famous as a thief. He is worshipped as a thief. Whereas in the mundane world, a thief is punished and is never praised. Since he is the absolute personality of Godhead, everything is applicable to him. And still, in spite of all contradiction, he is the supreme personality of Godhead. അദ്ദേഹം ഏത് ഭൗതിക ലോകത്തിൽ വന്നാൽ ഏത് ജോലിയും ചെയ്യും, ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും ഭഗവാൻ വരും. കൂർമ്മമായിട്ട് വന്നു, വരാഹമായിട്ട് വന്നു, വാമനായിട്ട് വന്നു, നരസിംഹനായിട്ട് വന്നു. ഭഗവാന്റെ പൊസിഷൻ കുറയുന്നുണ്ടോ? വരാഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിഗ്ഗ, പന്നി, പോർക്ക് എന്ന് പറയുന്നില്ലേ, ആ ഒരു ജീവിയാണ്. അതിന് നികൃഷ്ടമായിട്ടുള്ളൊരു സ്ഥാനം നമ്മൾ കൊടുക്കുന്നു. പക്ഷെ ആ വരാഹദേവനെ നമ്മുടെ ക്ഷേത്രത്തില് പൂജിക്കുന്നു. അപ്പൊ ഭഗവാൻ ഏത് രൂപത്തിലും ഭാവത്തിലും വന്നാലും ശരി, എന്ത് ജോലി ചെയ്താൽ, അർജുനന്റെ തേരാളിയായിട്ട് ജോലി ചെയ്തു. നമ്മൾ സാധാരണ ഭൗതിക ലോകത്തിൽ ഒരു ഡ്രൈവറായിട്ട് ജോലി പറഞ്ഞാൽ ഒരു ഇൻഫീരിയർ ജോബ് അല്ലേ. അപ്പൊ ഇവിടെ അർജുനന്റെ ഡ്രൈവറായിട്ടാണ് അവിടെ ഭഗവാന്റെ പൊസിഷനിൽ നിന്ന് വല്ല കുറവും വന്നു അവിടെ ഇല്ല. കാരണം എന്താണ്? ഭഗവാൻ അബ്സല്യൂട്ട് ആണ്. അവിടെ ദ്വന്ദ്ങ്ങളില്ല, വലുത് ചെറുത്, സുപ്പീരിയർ ഇൻഫീരിയർ, അതില്ല അവിടെ. ഭഗവാൻ അപ്ലിക്കബിൾ അല്ല, അത് നമുക്ക് മാത്രമേ ഉള്ളൂ അപ്ലിക്കബിൾ. കാരണം നമ്മൾ ഭൗതിക ലോകത്തിലെ ആൾക്കാരാണ്, നമ്മൾ ബദ്ധാത്മാക്കളാണ്. ഇതാണ് വ്യത്യാസം. ഭഗവാൻ പരമസത്യമാണ്, അബ്സല്യൂട്ട് ആവുന്നതുകൊണ്ട് ഭഗവാന് സുപ്പീരിയർ ഇൻഫീരിയർ, ജയം പരാജയം, നല്ലത് ചീത്ത, ഇങ്ങനെ ഒന്നും അപ്ലിക്കബിൾ അല്ല. സോ സിൻസ് he is the absolute personality of Godhead, everything is applicable to him, and still, in spite of all contradictions, he is the supreme personality of Godhead. എത്ര തന്നെ കോൺട്രഡിക്ഷൻസ് ഉണ്ടായാലും ശരി, അദ്ദേഹം എപ്പോഴും പരമസത്യമാണ്. അദ്ദേഹം പൂർണ്ണ പുരുഷോത്തം ഭഗവാനാണ്. കോൺട്രഡിക്ഷൻസ് നമ്മുടെ മനസ്സിലാണ്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം യാതൊരു കോൺട്രഡിക്ഷനും ഇല്ല. ഭഗവാൻ പരമസത്യമാണ്. സത്യം പരം ധീമഹി. ഹരേ കൃഷ്ണ. സോ നെക്സ്റ്റ് 20 അടുത്ത ക്ലാസ്സിൽ. ഓക്കെ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. अनंत कोटि वैष्णव की जय. श्री प्रभुपाद की जय. गुरु महाराज की जय. ताय गो प्रेमानंदे. हरि हरि बोल.